ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലിരിക്കുന്ന ചട്ടി കണ്ടോ, കുറേ നാളായി ആ ചട്ടി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ അത് കനിക്കാൻ മടിച്ചിട്ട് അതിൽ കറിയൊന്നും വെക്കാറില്ല. അപ്പോൾ മൺചട്ടിയിൽ മീൻകറി കൂട്ടാൻ ഭയങ്കര കൊതിയായി. അപ്പോൾ ഞാൻ കരുതി ആ ചട്ടി പുഷ്പിച്ച് അന്ന് എനിക്ക് കനിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഒരു പുതിയ ഐഡിയ, കുറേ നാൾ കഞ്ഞിവെള്ളത്തിലിട്ട് കനിക്കുമ്പോൾ എനിക്ക് കറിയൊക്കെ വെച്ചാൽ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, അതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ, കഞ്ഞിവെള്ളത്തിലിട്ട് കനിക്കുന്നത്. അപ്പോൾ പുതിയ രീതിയിൽ യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഞാൻ പുഷ്പേച്ചി പറഞ്ഞു നമുക്ക് അങ്ങനെ ഒന്ന് കനിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. പുഷ്പേച്ചി കെട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പാവം അടുപ്പൊക്കെ കത്തിച്ച് എനിക്ക് ചട്ടി കനിച്ച് തരാനുള്ള തയ്യാറെടുപ്പിലാണ്. മഴയായതുകൊണ്ട് അടുപ്പൊന്നും ഉപയോഗിക്കാറില്ല. അടുപ്പിലിതാ എന്തെല്ലോ പുഴുക്കളൊക്കെ കയറിയിട്ടുണ്ട്. അത് നന്നായി മഴ നനയുന്നതായിട്ട് ചാക്കൊക്കെ വെച്ച് അടച്ച് വെച്ചതാട്ടോ. അപ്പോൾ ചട്ടി എങ്ങനെയാണ് കനിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചൂട്ടനുണ്ട് കേട്ടോ ഹെൽപ്പിന്. അച്ചൂട്ടൻ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ല. ഭയങ്കര കുരുത്തക്കേടും രാവിലെ മുതലേ തുടങ്ങിയതാണ്. അപ്പോൾ എന്താ ചെയ്യുക, അടുപ്പ് കത്തിക്കുമ്പോൾ അത് കുത്തിക്കെടുത്താനൊക്കെ നോക്കി ബാക്കിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു അച്ചൂട്ടൻ. കുറേ വഴക്കൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ അടുപ്പ് കത്താൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. കാരണം കുറേ നാളായി അടുപ്പൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടും മഴ വന്നിട്ട് കുറച്ച് കൊഴുപ്പൊക്കെ തട്ടിയതുകൊണ്ടും വെള്ളമൊക്കെ തട്ടിയതുകൊണ്ട് കത്തിക്കാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും ഒടുവിൽ ചിരട്ടയൊക്കെ വെച്ച് അടുപ്പ് കത്തിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ചട്ടി എങ്ങനെ കനിക്കുമെന്ന് നോക്കാം. അപ്പോൾ അടിയിൽ നന്നായി ചിരട്ടിയിട്ട് കത്തുന്ന സമയത്ത് നമുക്ക് ചട്ടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അവസാനം ചട്ടി പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഫൈനൽ എന്തായെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചിരട്ടയൊക്കെ വെച്ച് കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ചിരട്ടയൊന്നും കളയാറില്ല കേട്ടോ. കാരണം മാസത്തിൽ ചിരട്ട എടുക്കാൻ ആൾക്കാർ വരും. ചിരട്ടയ്ക്ക് വരെ ഇപ്പം ഭയങ്കര വിലയാണ്. ഒരു തേങ്ങയുടെ ചിരട്ടയ്ക്ക് 2 രൂപ വെച്ച് തരും. അപ്പം ചിരട്ട തീരെ കളിയില്ല കേട്ടോ. ചാക്ക് കെട്ടി വെക്കാറാണ് പതിവ്. അപ്പം കുറേ ചിരട്ടയായി കഴിഞ്ഞാൽ നല്ലൊരു പൈസ കിട്ടുമല്ലോ. അപ്പോൾ നമ്മളെ ചിരട്ടയൊക്കെ കത്തി വരുന്നുണ്ട്. അപ്പോൾ നന്നായി കത്തി വരുന്ന സമയത്ത് നമ്മളെ ചട്ടി ഉപയോഗിക്കാണ്ട് മൂലക്കിട്ട ചട്ടി കേട്ടോ. നന്നായി പൊടിയൊക്കെ വരുന്ന സമയത്ത് ചട്ടി കൂടെ ഒന്ന് അടുപ്പത്തിട്ട് ഇതാ ചട്ടി. നമുക്ക് ചട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പുളി വെക്കും. അപ്പോൾ നമ്മുടെ ചിരട്ടയൊക്കെ നന്നായി കത്തിയിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടാവുന്നുണ്ട്. കുറച്ചുകൂടെ നന്നായി കത്താൻ വേണ്ടി കുറച്ചുകൂടി ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ. പുകയൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒരു പാലക്കാടിലൊരു കുട്ടിയുടെ വ്ളോഗാണെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. കുറേ കൃഷിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അവരൊരു ചാനൽ കണ്ടിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും കനിക്കലുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചട്ടി ഞാൻ മൂലക്കിട്ട് കളയില്ലായിരുന്നു. അപ്പോൾ ഇത് നന്നായി കത്തി വരുന്ന സമയത്ത് ഈ കത്തിയ ചിരട്ട എടുത്തിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചട്ടി എന്താവുമെന്നറിയില്ല, പൊട്ടിത്തെറിക്കുമെന്നറിയില്ല കേട്ടോ. എന്തായാലും ആ കുട്ടി വീഡിയോ ചെയ്ത സമയത്ത് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. ചട്ടി നന്നായി കനിഞ്ഞ് കിട്ടി. അപ്പോൾ ഇതും നല്ല അത്യാവശ്യം ഉറപ്പിൽ ചട്ടിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കനിച്ചെടുക്കാൻ പറ്റും. അപ്പം കത്തിയ ചിരട്ടയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എക്സ്ട്രാ ഒരു ചിരട്ട കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി കത്തി ഏകദേശം നമ്മുടെ ചട്ടി നന്നായിട്ടൊന്ന് എന്താ പറയുക, കനിച്ച് എന്നാണ് ഇവിടെ പറയാം കേട്ടോ. കണ്ണൂർ കനിച്ച് കിട്ടണം. അപ്പോൾ പുഷ്പേച്ചി ഇതിനു വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കൂടെ നമ്മുടെ അച്ചൂട്ടൻ്റെ കുരുത്തക്കേടും കൂടി ആകുമ്പോൾ പെട്ടെന്ന് നടക്കുന്നില്ല. എന്താ ചെയ്യുക.
അപ്പോൾ നമ്മുടെ ചട്ടിയുടെ അവസ്ഥ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഈ ചിരട്ടൊക്കെ തീ പിടിക്കാൻ കുറച്ച് പണിയാട്ടോ. തീ പിടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ കത്തിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുഷ്പിച്ചെടുത്ത പണിയുണ്ടോ. കാർപ്പൂൺ ചിരട്ട മാത്രമാക്കണ്ട, കടലാസും കൂടി ആവട്ടെ എന്നിട്ട് അപ്പോൾ കടലാസ് കിട്ടി അതിലേക്ക് ഇട്ടു. ഞാനതെടുത്ത് പുറത്തിട്ടോ. എന്തായത് ചേരിയും കൂടി ഇടണമെന്ന് ചോദിച്ചതാണ്. ഞാൻ വേണ്ട, ചേരി ഒന്നും ആ വീഡിയോയിൽ കണ്ടിട്ടില്ല, ചിരട്ട മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ചിരട്ടയിട്ട് നന്നായി കത്തിച്ച് കൊടുത്താൽ ഇത് ഏകദേശം 1 വർഷം 1.5 വർഷത്തോളമായി മൂലക്കിട്ട് ചട്ടിയാണ്. പുതിയ ചട്ടിയാണ്. അടിക്കല ചട്ടി പൊട്ടും. കഞ്ഞിവെള്ളം ഒഴിച്ച് കനിക്കാൻ മടിച്ചിട്ട് അതവിടെ മൂലക്കിട്ടതാണ്. എന്തായാലും ഇങ്ങനെയൊന്ന് കനിച്ച് മീൻകറിയൊക്കെ വെക്കാന്ന് വിചാരിച്ചു. കത്തി വരുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി കത്തി. എന്താ ഇപ്പോൾ പറയാം. അപ്പോൾ വായ്പെല്ലാം കത്തിക്കാൻ പുഷ്പേച്ച് കുറേ അകലത്താണ് നിൽക്കുന്നത്. ചട്ടി എങ്ങാനും പൊട്ടിത്തെറിച്ച മേത്തൊക്കെ കൊള്ളണ്ടാന്ന് ചോദിച്ചു. പുഷ്പേച്ച് പറഞ്ഞു ഇതുവരെ ഇങ്ങനെ ഒരു കനിക്കൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് കനിക്കൽ, പല തരത്തിലുണ്ട്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഇനി പുതിയ ചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കനിക്കാലോ. കഞ്ഞിവെള്ളം ഒഴിച്ച് കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം ചട്ടിയുടെ അടിഭാഗമൊക്കെ ഒന്ന് കരി കയറിയിട്ടുണ്ട്. അത് കഴുകി കഴിഞ്ഞാൽ അറിയാം എങ്ങനെയായിരിക്കും. അതിലാദ്യം കറിയൊന്നും വെച്ച് ഞാൻ പരീക്ഷിക്കുന്നില്ല. ആദ്യം കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഏതായാലും നമ്മുടെ ചട്ടി ഏകദേശമൊക്കെ ഒന്ന് അതിനുവേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചട്ടി കനിച്ച് കഴിഞ്ഞ് നന്നായി കഴുകി ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരവസ്ഥയാണ്. ഈ ചൂടോടെ എടുത്ത് കഴുകാൻ കഴിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. കനിഞ്ഞ അതിന് ശേഷം നമുക്ക് ഇതിൽ വല്ലതും പാചകം ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ബൈ. ഇതിൻ്റെ മുകളിൽ വീട്ടില് പുതിയ വീട്ടില് ഇതാക്കാനാ തെളിഞ്ഞ വെള്ളം.